പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു നെക്കിൽ ത്രെഡ് പൈപ്പിംഗ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ക്യാൻവാസ് വെച്ച് നെക്ക് ഫിനിഷ് ചെയ്തിട്ടാണ് ത്രെഡ് പൈപ്പിംഗ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് ക്യാൻവാസ് ഇല്ലാതെ ത്രെഡ് പൈപ്പിംഗ് എങ്ങനെയാണ് നെക്കിൽ ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ഇതുപോലൊരു യൂനെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലാണ് പൈപ്പിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 ഇഞ്ച് വിഡ്ത്തുള്ള 2 ക്രോസ് പീസാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജോയിൻ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യാൻ നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു മെത്തേഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വേറൊരു രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ അത് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഈ കാണുന്ന സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ലെങ്ത്തുള്ള ക്രോസ് പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ത്രെഡ് വെച്ചിട്ട് പൈപ്പിംഗ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലെ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് നമുക്ക് ഈ ത്രെഡിൻ്റെ സൈഡ് ഇതുപോലെ മടക്കിയിട്ട് ത്രെഡിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് ഇതുപോലെ പൈപ്പിംഗ് ഫൂട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ പൈപ്പിംഗ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ത്രെഡ് നടുക്ക് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ആ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ പൈപ്പിംഗ് റെഡിയായി കിട്ടും. അപ്പോൾ ഞാനത് പറഞ്ഞ പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ഭാഗം ഉള്ളിലോട്ടേക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഈ നെക്കിൽ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതിൽ യു ഷേപ്പിൽ തന്നെ ഇതുപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ 4 ഇഞ്ച് വെച്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. യു ഷേപ്പിൽ തന്നെ നമുക്കിതുപോലെ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് യു ഷേപ്പിൽ ആ മാർക്ക് ചെയ്തതിൽ കൂടി വരച്ചെടുക്കാം. ഇനി നമുക്കിത് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിത് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, ആ മടക്കും കുറച്ച് തുണിയൊക്കെ പൊങ്ങിക്കിടക്കുന്ന ഭാഗം പുറത്ത് കാണാത്ത രീതിയിൽ ആണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ നല്ല വശം മുകളിൽ വരും, നല്ല നീറ്റായിട്ടുള്ള വശം മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. ആ പൈപ്പിംഗ് നമ്മൾ ചെയ്ത പൈപ്പിംഗ് നമ്മൾ വരച്ചിരിക്കുന്ന ആ ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ മേലെ വരുന്ന രീതിയിൽ വെക്കണം. എന്നിട്ട് നമുക്ക് ആ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ തുണി മടക്കിയതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കോളും. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ആ ലൈനിൻ്റെ മുകളിൽ കറക്റ്റാക്കി വെച്ച് വേണം തുന്നിയെടുക്കാൻ. അപ്പോൾ ഇതാ ഞാനത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് നമ്മുടെ ആ വെള്ള തുണിയിൽ മാത്രം ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിലൊന്നും തട്ടാതെ ചെറിയ കട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് ബാക്കിലോട്ടേക്ക് മടക്കിയിടാം. നമ്മളിപ്പം തുന്നിയ ആ പൈപ്പിംഗ് ഇതുപോലെ മടക്കി വെക്കാം. എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിക്കേണ്ടത്. ഇതുപോലെ വെച്ചിട്ട് ആ പൈപ്പിംഗ് മാത്രമേ പുറത്ത് കാണുള്ളൂ. അപ്പോൾ അതുപോലെ വെച്ചിട്ട് നമുക്കതിൻ്റെ സൈഡിലേക്കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം ഞാൻ ഒന്ന് കാണിച്ചു തരാം. നല്ല നീറ്റായിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി അതൊന്നുകൂടി പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ കൂടി നമ്മൾ ഒരു സ്റ്റിച്ചും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പോൾ എന്താ ഇതുപോലെ ഉണ്ടാവും, നമുക്ക് കിട്ടും. ഇതിൻ്റെ ബാക്ക് സൈഡും നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവും. ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ബാക്ക് സൈഡും നല്ല നീറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.